റൈറ്റ്. അപ്പോൾ ഞാൻ പിന്നെ സ്വാതിയോട് പറഞ്ഞല്ലോ, ഞാൻ നോക്കി വരുന്ന അവസരത്തിൽ കാണുന്നത് ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് പെറ്റ്സ്. പ്രത്യേകിച്ച് അവന് കിട്ടിയിരുന്ന ഫിഷ് മാത്രമാണ്, മത്സ്യങ്ങളെ വളർത്താൻ. അപ്പോൾ മത്സ്യങ്ങളെ വളർത്താൻ വേണ്ടി ഇവരിങ്ങനെ കാത്തു സൂക്ഷിച്ച് ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും ഹോൾലൈസ് കുപ്പി കൊണ്ട് വയ്ക്കുക. ഗോൾഡ് ഫിഷ് എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. പക്ഷേ ഇത് വയ്ക്കുന്ന അവസരത്തിൽ ചെറിയ അമ്മ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇമോഷണലായിട്ടൊരു ഇഷ്യൂവിനോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കുപ്പിയോട് എടുത്ത് ഒറ്റ പൊട്ടിക്കും. അപ്പോൾ അവൻ പറഞ്ഞത്, സാർ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ദാറ്റ്സ് വാട്ട് എക്സാക്ട്ലി അവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം താല്പര്യം കൊടുക്കുന്ന സാധനത്തെ വളരെ നിഷ്കരണമായിട്ട് എറിഞ്ഞു പൊട്ടിക്കുക. അത് ചിന്നിച്ചെതറി വീണ് കുപ്പിയെ പോലെ അതും പൊട്ടിത്തീരുന്നു മത്സ്യങ്ങളും. ഇതൊരു എക്സാമ്പിൾ. മറ്റൊന്ന്, ഒരു ചെറിയ കാര്യം അവനോട് ചെയ്യാൻ പറഞ്ഞു, എഴുതുക, അല്ലെങ്കിൽ യു ഡു ഗോ ഫോർ കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞു. ഒരു പക്ഷേ കണ്ണൂരിൽ നിന്നും മാധവൻ. ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ. ശ്രീമൻ മാധവൻ പറയൂ. പ്ലീസ്. ഒരു പെങ്ങളെ കുട്ടിയുണ്ട് സാറേ, ഇപ്പോൾ 15 വയസ്സുണ്ട്. ഇപ്പോൾ 15 വയസ്സിന്റെ കുട്ടിക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആൺകുട്ടിയാണ് സാർ, ആൺകുട്ടിയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞു ഇപ്പോൾ. റൈറ്റ്. അപ്പൊ 2009 ആഗസ്റ്റില് കുട്ടീന്റെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഷോൾഡർ ഇങ്ങനെ ഒരു അനക്കുന്ന രീതിയിലാണ് ആദ്യം ഉണ്ടായത്. അല്ല, 2009 ഓഗസ്റ്റിൽ, ബാക്കി കേട്ടില്ല. ഓഗസ്റ്റിൽ 2009 ആഗസ്റ്റ് മാസം ഈ സ്കൂളിൽ പോകുന്ന സമയമാണ്. സ്കൂളിൽ പോകുന്ന സമയം. അതെ അതെ. അന്നേരം ഒരു ഷോൾഡർ ഇങ്ങനെ ഒരു വിറക്കുന്ന രൂപത്തില് ഒരു കണ്ട്, പിന്നീട് കുട്ടീന്റെ ബോധം പോയി. വിറക്കുന്ന രൂപത്തിലോ? അതെ അതെ. വിറക്കുന്നത് കണ്ടു. അത് പിന്നീട് ബോധം പോയി. ആ വറുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് ബോധം പോയി. ബോധം പോയി അവിടെ പരിയാരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ന്യൂറോ സർജനെ കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഒരു ചെറിയ ഒരു തരം അപസ്മാരാണെന്നാ പറഞ്ഞത്. അപ്പൊ അതിന് തുടർച്ചയായിട്ട് 2 വർഷത്തോളം മരുന്ന് കഴിക്കണം, അത് കഴിച്ചാലും പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അത് കൂടാതെ നമ്മള് ഇവിടെ മണിപ്പാല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെയും പറഞ്ഞു. അപ്പോൾ പരിയാരത്തിന് ഡോക്ടർ പറഞ്ഞ അതേ അഭിപ്രായം തന്നെ അവരും പറഞ്ഞത്. അപ്പൊ ഇവര് ഇപ്പൊ ഈ 10ാം ക്ലാസ്സിന്റെ എത്തിയ സമയത്ത് IQ ടെസ്റ്റ് നടത്തിയിരുന്നു. IQ ടെസ്റ്റ് നടത്തി. അപ്പൊ ഡോക്ടർ പറഞ്ഞത് 15 വയസ്സുള്ള കുട്ടിക്ക് 10 വയസ്സിന്റെ ബുദ്ധി മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. സ്കൂളിൽ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് സാധാരണ വേഷത്ത് പോകും, പക്ഷെ സ്കൂളിൽ ക്ലാസ്സിലെത്തുമ്പോൾ ഈ കറുപ്പെടുത്തിട്ട് ഇതിനൊരു സംഭവം ഉണ്ടായി. കറുപ്പെടുത്തിട്ട് ശബരിമലക്ക് പോകുന്ന പറഞ്ഞിട്ട് സ്കൂള് ടീച്ചറെ വിശ്വസിപ്പിച്ചു. കുറച്ചുകൂടെ ഉറക്കെ പറയാവോ മാധവൻ? അതെ, വീട്ടിൽ നിന്ന് സാധാരണ വേഷത്തില് സ്കൂളിൽ പോകുന്ന പോലെ പോയി. സാധാരണ വേഷത്തില് മനസ്സിലായി, സ്കൂളിൽ പോയി, സ്കൂളിൽ പോകുന്ന പോലെ പോയി. അപ്പൊ വീട്ടിൽ ക്ലാസ്സിലെ മാഷ തെറ്റിദ്ധരിപ്പിച്ചു. അതായത് ക്ലാസ്സിലെത്തുമ്പം കറുപ്പ് കൊടുത്തിട്ടാണ് പോയത്, ശബരിമലക്ക് പോകുന്നു പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഒരു ദിവസം മാഷ് ക്ലാസ്സിൽ എഴുതിക്കൊണ്ട് പോകാൻ പറഞ്ഞ സമയത്ത് ആ ദിവസം വീട്ടുകാരറിയാതെ ക്ലാസ്സിലെത്തിയ സമയത്ത് കൈക്ക് മുറിഞ്ഞു, അതുകൊണ്ടാണ് എഴുതാൻ വേണ്ടി കൈക്ക് കെട്ടിട്ട് പോയി. അപ്പൊ അങ്ങനെ സംഭവം. പിന്നെ ഈ കുട്ടീനെ ഈ അനുജത്തിനെ ഇടക്കിടെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഭയങ്കര മടിയാണ് സാർ. ഏത് പണി പറഞ്ഞാലും മടി. കൂടുതൽ സമയം എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം TV കാണാൻ മാത്രമാണ് നിൽക്കുന്നത്. അത് TV കാണാൻ പറ്റില്ലതിന് ഭയങ്കര ദേഷ്യമാണ്. അല്ല മാധവൻ, എനിക്ക് മനസ്സിലായി. മാധവൻ, എനിക്ക് വിഷയം മനസ്സിലായി. ഞാനൊന്ന് ചുരുക്കത്തിൽ പറയാം. ഇപ്പോൾ മാധവൻ പറയുന്ന കേസിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് ഷീസഡ് ഡിസോർഡർ അല്ലെങ്കിൽ ജന്നി എന്നൊക്കെ വിളിക്കുന്ന രോഗമുണ്ടല്ലോ. ജന്നി അല്ലെങ്കിൽ ഷീസഡ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. അതിൻ്റെ ഫലമായി തന്നെ ഒരു പക്ഷേ ബുദ്ധിപരമായി പിന്നോക്കാവസ്ഥ ചില കുട്ടികളിൽ ഉണ്ടാവാം. അതിൻ്റെ ഭാഗമായി തന്നെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, പെരുമാറ്റ വൈകൃതങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റ പ്രശ്നങ്ങളും കുട്ടികളിൽ കാണാം. അപ്പോൾ ഈ പറയുന്ന കുട്ടിയിൽ ഈ കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ചികിത്സ തീർച്ചയായിട്ടും നൽകിയാൽ നന്നാവും. ഇന്നൊരു സമയപരിമിതിയുണ്ട്. തുടർന്ന് നമുക്ക് കാണുമ്പോൾ അടുത്ത ശനിയാഴ്ചകളിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. നമ്മളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ച ഡോക്ടറിന് വളരെയധികം നന്ദി. അടുത്ത ആഴ്ച ഇതേ ചർച്ച തുടരുന്നതായിരിക്കും. വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.